അന്ത്യത്തഴവേളയിൽ യേശു ഉപയോഗിച്ചതായി വിശ്വസിക്കപ്പെടുന്ന വിശുദ്ധ കാസയുമായുള്ള ബന്ധത്തിൽ ജൂബിലി വർഷം ആചരിച്ച് സ്പെയിനിലെ വാലൻസിയ അതിരൂപത. ജൂബിലി വർഷാചരണത്തോടനുബന്ധിച്ച് വിശുദ്ധ കാസ സൂക്ഷിക്കപ്പെടുന്ന കത്തീഡ്രലിൽ തീർത്ഥാടനം നടത്തുന്നവർക്ക് ഫ്രാൻസിസ് പാപ്പ പ്രഖ്യാപിച്ച ദണ്ഡവിമോചനത്തിനുള്ള അവസരം നിരവധി തീർത്ഥാടകരെയാണ് കത്തീഡ്രലിലേക്ക് ആകർഷിച്ചുകൊണ്ടിരിക്കുന്നത്. ലോകമെങ്ങും നിന്ന് ജനസഞ്ചയങ്ങളെ ആകർഷിക്കുന്ന വാലൻസിയ കത്തീഡ്രലിന്റെ ആകർഷക ഘടകം അവിടെ സൂക്ഷിക്കപ്പെടുന്ന യേശുവിന്റെ കരസ്പർശമേറ്റതും വിശുദ്ധ കുർബാന സ്ഥാപനവേളയിൽ അവിടുന്ന് ഉപയോഗിച്ചതുമായി പരമ്പരാഗതമായി വിശ്വസിക്കപ്പെടുന്ന വിശുദ്ധ കാസയാണ്. തവിട്ടു നിറത്തിലുള്ള പ്രസ്തുത കാസ സ്വർണത്താൽ അലങ്കരിച്ച് വിശ്വാസികളുടെ വണക്കത്തിനായി കഴിഞ്ഞ 15 നൂറ്റാണ്ടുകളിലേറെയായി ഈ കത്തീഡ്രലിലുണ്ട്. പെസഹായെ തുടർന്ന് ക്രിസ്തുവിന്റെ അപ്പസ്തോലന്മാർ പ്രസ്തുത കാസ സൂക്ഷിച്ചതായും പ്രഥമ മാർപ്പാപ്പയായ വിശുദ്ധ പത്രോസും തുടർന്നു വന്ന 23 മാർപ്പാപ്പമാരും ഈ കാസ ദിവ്യബലിക്കായി ഉപയോഗിച്ചിരുന്നതായുമാണ് വിശ്വാസ പാരമ്പര്യം. സിക്സ്റ്റസ് രണ്ടാമൻ പാപ്പ താൻ രക്തസാക്ഷിത്വം വരിക്കുന്നതിനു മുൻപായി തന്റെ വിശ്വസ്ത ഡീക്കനായിരുന്ന വിശുദ്ധ ലോറൻസിനെ വിശുദ്ധ കാസ ഭരമേൽപ്പിച്ചതായും വിശുദ്ധ ലോറൻസ് താൻ കൊല്ലപ്പെടുന്നതിനു മുൻപായി വിശുദ്ധ കാസ സ്പെയിനിലുള്ള തന്റെ മാതാപിതാക്കൾക്ക് കൊടുത്തയച്ചതായുമാണ് വിശുദ്ധ കാസയുടെ തുടർ ചരിത്രം. മൂർ രാജാക്കന്മാരുടെയും നെപ്പോളിയന്റെയും യുദ്ധങ്ങളെയും ആഭ്യന്തര യുദ്ധങ്ങളെയും അതിശയകരമായി അതിജീവിച്ച വിശുദ്ധ കാസ സൂക്ഷിക്കപ്പെടുന്ന കത്തീഡ്രലിൽ വിശുദ്ധ കുർബാനയോടുള്ള ഭക്തിയുടെ പ്രചരണാർത്ഥം 5 വർഷങ്ങളുടെ കാലയളവിൽ ജൂബിലി വർഷം പ്രഖ്യാപിക്കുന്ന പതിവ് കാലക്രമേണ നിലവിൽ വരികയായിരുന്നു. 1982 വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ പാപ്പയും 2006 എമിററ്റസ് ബെനഡിക്ട് 16 പാപ്പയും പ്രസ്തുത കാസ ഉപയോഗിച്ച് ദിവ്യബലി അർപ്പിച്ചിരുന്നു. ക്രിസ്തുവിന്റെ ഭൂമിയിലെ ജീവിതത്തിന്റെ തിരുശേഷിപ്പായും വിശുദ്ധ കുർബാന സ്ഥാപനത്തിന്റെ ചരിത്ര സ്മാരകമായും കണക്കാക്കപ്പെടുന്ന വിശുദ്ധ കാസയുടെ ജൂബിലി വർഷത്തിൽ വാലൻസിയ കത്തീഡ്രലിൽ തീർത്ഥാടകർക്ക് ഫ്രാൻസിസ് പാപ്പ ദണ്ഡവിമോചനം പ്രഖ്യാപിച്ചിട്ടുണ്ട് എന്ന സവിശേഷതയും വിശ്വാസികളുടെ വൻ പ്രവാഹത്തെയാണ് കത്തീഡ്രലിലേക്ക് എത്തിക്കുന്നത്. ഇന്റർനാഷണൽ ഡെസ്ക്, ഷിക്കന ന്യൂസ്.